ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. ബിന്ദു പത്മനാഭനെ കൊന്നതാണെന്നാണ് വെളിപ്പെടുത്തൽ. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കടക്കരപ്പള്ളിയിലെ ദല്ലാളുടെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. കടക്കരപ്പള്ളി സ്വദേശിനിയോടാണ് ദല്ലാളായ സോഡ പൊന്നപ്പൻ കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുൻപ് നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി. ഒരു ചുക്കുമില്ലായിരുന്നു, ഒന്നുമില്ല. ഒരു 5 വയസ്സായൊന്നും ഇല്ല എന്നുള്ളവരെ എനിക്കറിയാം. നടക്കില്ല. സെബാസ്റ്റ്യനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ പ്രാങ്കൾ വീട്ടിൽ വന്നു. ഒന്നും പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം. നിങ്ങൾ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്നതാ. ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിലിട്ട് അടച്ചു ഉണ്ടായില്ല. പിന്നെ നമ്മളതിന്റെ അതങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, നിർണായക വെളിപ്പെടുത്തലാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കൂടി ഇതിനെ ചേർത്ത് വെക്കേണ്ടി വരും. ബിന്ദു പത്മനാഭനെ കൊന്നതാണെന്ന് ദല്ലാൾ പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി അതിലുള്ളത്? അശ്വതി, ഏറ്റവും നിർണായകമായ മൊഴിയാണ്, വെളിപ്പെടുത്തലാണ് ഈ ദല്ലാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ദല്ലാളായ കടക്കരപ്പള്ളി സ്വദേശിയായ ദല്ലാളായ വ്യക്തി, അതായത് സോഡാപ്പനപ്പൻ എന്ന വ്യക്തിയാണ് തന്റെ തന്നെ പ്രദേശത്തുള്ള ശശികല എന്ന സ്ത്രീയോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. 4 വർഷം മുമ്പുള്ള ശബ്ദ സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ബിന്ദു പത്മനാഭനെ അവർ അപായപ്പെടുത്തിയത്, സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഈ പറഞ്ഞ ഫ്രാങ്കിൽ എന്ന വ്യക്തിയും ചേർന്ന് എങ്ങനെയാണ് ബിന്ദുവിനെ ഇല്ലാതാക്കിയതെന്ന് വിശദീകരിക്കുന്ന ശബ്ദ സംഭാഷണമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ശശികല എന്ന കടക്കരപ്പള്ളി സ്വദേശിനിയോടാണ് ഇക്കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ കേട്ട ശബ്ദ സംഭാഷണത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ കടക്കരപ്പള്ളി സ്വദേശിയെ എങ്ങനെ, അതായത് ബിന്ദു പത്മനാഭന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഈ സെബാസ്റ്റ്യനും ഫ്രാങ്കിൾ എന്ന വ്യക്തിയും, അതായത് കടക്കരപ്പള്ളി സ്വദേശി കൂടിയായ ഫ്രാങ്കിൾ എന്ന വ്യക്തിയും എത്തിയതെന്നുള്ളതാണ് അയാൾ വിവരിക്കുന്നത്. ഇയാൾ കടക്കരപ്പള്ളിയിലെ തന്നെയുള്ള ഒരു ദല്ലാളാണ്. അതായത് ബിന്ദു പത്മനാഭന്റെ പ്രോപ്പർട്ടി, അതായത് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും പേരുള്ള കുടുംബ ഓഹരിയിൽ നിൽക്കുന്ന വീടാണ് ആദ്യം വിൽക്കുന്നത്. ആ വീട് വിൽക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള ആളാണ് താൻ എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം സെബാസ്റ്റ്യനെയും ഈ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ദല്ലാളിനെയും ഇവർ രണ്ടുപേരെയും സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് താനാണ് എന്നുള്ളതാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് വളരെ നിർണായകമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് ഈ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം പിന്നീട് ഈ വീട് വിൽപ്പനയ്ക്ക് ആളെ, അതായത് വീട് ആദ്യം വിൽക്കുന്നതിന് വേണ്ടി ചേർത്തലയിൽ തന്നെ ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പ്രോപ്പർട്ടി വിൽക്കുന്നത്. ആ വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രം താൻ നിന്നു. പിന്നീട് ഈ ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതോടുകൂടി മറ്റ് ഇടപെടലുകളിലേക്ക് ഇയാൾ കടക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സെബാസ്റ്റ്യനും ഫ്രാങ്കിളും അവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളായിരുന്നു. മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണ് എന്നാൽ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബിന്ദു ഇയാളുടെ വീട്ടിൽ, ഈ സോഡാപ്പന്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു, കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്തെന്ന് പറയുന്ന നിലനിൽക്കുന്ന ഘട്ടത്തിലും അവിടുന്ന് തിരിച്ച് വരുമ്പോൾ തന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു എന്ന് സോഡാപ്പൻ സ്ഥിരീകരിക്കുന്നു. അതിൽ തന്നെ ഈ ശശികളോട് പറയുന്ന ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ബിന്ദുവിനെ ഈ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ കൂടെയുള്ള വ്യക്തിയും ചേർന്ന് ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ നിർത്തി ശുചിമുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയെന്നുള്ള നിർണായക വിവരം കൂടി ഇയാൾ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇയാൾ പറയുന്നത് സെബാസ്റ്റ്യനും ഫ്രാങ്കിലും അവിടെ സ്ഥിരം ആളുകളായിരുന്നു എന്നുള്ളതാണ്.
വീട് വിറ്റതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ വെട്ടി വിറ്റത് താനാണ് എന്നുള്ളത് ഈ സോഡാപ്പൊന്നപ്പൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീടിനകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ വിറ്റു എന്നുള്ള കാര്യം ഇയാൾ ഈ ശശികലയോട് സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഈ ബിന്ദുവിന്റെ മറ്റ് സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് താനാണ് ആ സ്ഥലം സെബാസ്റ്റ്യനും താനും ചേർന്നാണ് വിറ്റ് നൽകിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഈ ഫ്രാങ്കിലും ചേർന്ന് ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആണ് ഈ സ്വത്തുക്കൾ അവർ കയ്യിലാക്കിയത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാന കാര്യം അയാൾ പറയുന്നത്, ഒരു ദിവസം വൈകിട്ട് തന്റെ വീട്ടിലേക്ക് താൻ നിൽക്കുന്നിടത്തേക്ക് സെബാസ്റ്റ്യൻ എത്തി. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് കരണത്ത് ബിന്ദു അടിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ അടിച്ച വിവരം താൻ എന്തിനാണ് അടി കൊണ്ടത് എന്നുള്ള ചോദ്യം ഇയാൾ ഉന്നയിച്ചു. സോഡാപ്പൊന്നപ്പൻ സെബാസ്റ്റ്യനോട് ചോദിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ബിന്ദു അടിച്ചു എന്നുള്ള കാര്യം ഇയാൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന ശബ്ദരേഖ 4 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദരേഖയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഇത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ ശശികല നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായി വന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദരേഖ ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം എത്തി ശശികലയിൽ നിന്നും വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, അതാണ് ശരണ്യ, ഈ